വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടത് ദാരുണമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. നിലമ്പൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും ഉദ്യോഗസ്ഥ സംഘം സംഭവസ്ഥലത്തേക്ക് തിരിച്ചു. സർക്കാരിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും വനമന്ത്രി പറഞ്ഞു. ഈ ഒരു ദാരുണമായ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നിലമ്പൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘവും വയനാട്ടിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘവും അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. നിലമ്പൂരിലുള്ളവരാണ് ഇപ്പൊ ആദ്യം അവിടെ എത്തിച്ചേരുക. മറ്റുള്ളവർക്ക് കുറച്ചും കൂടി പ്രയാസമുള്ള റൂട്ടാണ്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരിൽ നിന്ന് വിവരം കിട്ടിയാലാണ് കൂടുതൽ വിശദമായത് പറയാൻ കഴിയുക. ഏതായാലും ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലോട് കൂടിയാണ് ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് പോയിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, എന്തൊക്കെയാണ് വനമന്ത്രി പറഞ്ഞത്? വേണു, ഈ പ്രദേശം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയുടെയും വയനാട് ജില്ലയുടെയും അതിർത്തിയിൽ വരുന്ന പ്രദേശമാണ് ഈ മേഖല. ഇവിടെ ചാലിയാറിനോട് ചേർന്നാണ് ഈ പരപ്പൻപാറ കോളനി എന്ന് പറയുന്നത്. ചോലനായിക്ക വിഭാഗത്തിൽ, അതായത് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതൊരു വനാന്തർ ഭാഗത്ത് വനവുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്ന ആദിവാസി വിഭാഗമാണ്. ഇവിടുത്തെ രണ്ട് ദമ്പതിമാർക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവിടെ നിന്നും വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനത്തിനകത്തേക്ക് കയറിയപ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ കോളനിയിലെ സുരേഷ്, ഭാര്യ മിനി എന്നിവരാണ് ആക്രമിച്ചത്. മിനി അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. ഈ സുരേഷിന് പരിക്ക് ഗുരുതരമാണ്. രണ്ട് തരത്തില് ആണ് ഇവിടേക്ക് പോകാൻ കഴിയുക. ഒന്ന്, വയനാട്ടിൽ നിന്ന് മേപ്പാടിയിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ അന്തർഭാഗത്താണ് ഈ വനം ഉള്ളത്. അതുകൊണ്ട് തന്നെ നടന്നു തന്നെ പോകേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതായത് വടുവഞ്ചാൽ ഭാഗത്ത് നിന്ന് ഒരു മല കുത്തനെ കയറി ഇറങ്ങി വേണം അവിടേക്ക് എത്താൻ. മറ്റൊന്ന്, കുറച്ചുകൂടി വാഹന സൗകര്യം എത്താനുള്ള പ്രദേശം എന്ന് പറയുന്നത് നിലമ്പൂരാണ്. നിലമ്പൂർ മേഖലയിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ശരി സുർജിത്ത്, തുടരുക. ഇപ്പോൾ ടി സിദ്ദിഖ് MLA കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. സിദ്ദിഖ്, ഈ മേപ്പാടിയിലെ കാട്ടാനാക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ച സംഭവം അറിഞ്ഞു കാണുമല്ലോ. എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഹലോ സിദ്ദിഖെ, കേൾക്കാമോ? കേൾക്കാം. ഈ വയനാട് മേപ്പാടിയിൽ ഈ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട സംഭവം അറിഞ്ഞു കാണുമല്ലോ. എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഞാനിപ്പോ അങ്ങോട്ട് കൽപ്പറ്റയിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെടുകയാണ്. ഇതിൽ ഒരു കാര്യമുള്ളത്, ഈ ദാരുണമായിട്ടുള്ള സംഭവം നടന്നത് ഒരു കാടിനകത്താണ്. ചാലിയാർ പുഴയുടെ ഒരു തീരഭാഗമായി ഇത് വരും. അതില് കൽപ്പറ്റ ഭാഗത്ത് നിന്ന് മൂപ്പൈനാട് പഞ്ചായത്തിലെ കടച്ചിക്കുന്ന് കഴിഞ്ഞ് ആ ഭാഗത്തേക്ക് പോയി എത്തിച്ചേരണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ വനത്തിലൂടെ നടന്ന്, മാത്രമല്ല ചെങ്കുത്തായ മേഖലകളിലൊക്കെ ഇറങ്ങി വേണം പോകാൻ. അതിനേക്കാൾ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയി മിനിയുടെ ബോഡിയും അതുപോലെ മിനിയുടെ ഭർത്താവ് സുരേഷും, ഈ പരിക്ക് പറ്റിയ സുരേഷിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാനും മെഡിക്കൽ സംഘത്തോടൊപ്പം അവിടെ ചെന്ന് അടിയന്തരമായ വൈദ്യസഹായം കൊടുത്ത് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ക്രമീകരിക്കണം എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അവരിപ്പോ അതിന്റെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മലപ്പുറം ജില്ലയുടെ പോത്തുകല്ല് നിലമ്പൂർ ഭാഗത്ത് നിന്ന് പോയി അവർ വനത്തിനുള്ളിൽ എത്തി അവിടെ നിന്ന് വേണം സുരേഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാനും ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരാനും. ആ ബോഡി അവരുടെ ശ്മശാനമൊക്കെ ഉള്ളത് കടച്ചിക്കുന്നിലാണ്, കൽപ്പറ്റ നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള കടച്ചിക്കുന്നിലാണ്. അപ്പോ അത് കുടുംബവുമായി സംസാരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ സുൽത്താൻ ബത്തേരി ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായും കുറച്ചുകൂടെ സൗകര്യം, അതും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ മത്സ്യം പിടിച്ചും അതുപോലെ ശേഖരിച്ചും വിഭവങ്ങൾ ശേഖരിച്ചും ജീവിക്കുന്നതായിട്ടുള്ള ആദിവാസി സമൂഹത്തിൽപ്പെട്ടതായിരിക്കുന്ന സഹോദരന്മാരാണ്. അവർക്ക് ഇത്തരം ഒരു ദാരുണാന്ത്യം, സാധാരണ കാടുമായി ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ്. അത്തരമൊരു സാഹചര്യം സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്യാറില്ല, വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കാറുള്ളത്. പക്ഷെ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടണം. ആന വളരെ ക്രൂരമായി പെരുമാറാൻ ഇടവന്നിട്ടുള്ളത് ആനയ്ക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ഭക്ഷണവും അതുപോലെ സൗകര്യങ്ങളും കിട്ടാത്തത് കൊണ്ടാണോ, വനത്തിനുള്ളതായിരിക്കുന്ന പ്രത്യേക സാഹചര്യം കൊണ്ടാണോ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഏതായാലും ഒരു കാര്യം, വന്യമൃഗശല്യത്തിന്റെ വേട്ടയാടൽ, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘടനമല്ല, ഏകപക്ഷീയമായിട്ടുള്ള മൃഗത്തിന്റെ വേട്ടയാടൽ മനുഷ്യനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ ദാരുണമായിട്ടുള്ള ഒരു ആദിവാസി സഹോദരിയുടെ മരണം ഏറെ ദുഃഖത്തോടു കൂടിയാണ് ഇന്ന് കേട്ടിട്ടുള്ളത്. ഞാനിപ്പോ അങ്ങോട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ്. ശരി, നന്ദി സിദ്ദിഖ് പ്രതികരിച്ചതിന്. സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ഈ സുരേഷിന്റെ ആരോഗ്യനിലയെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ?
സുർജിത് അയ്യപ്പത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മേപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. മിനി എന്ന ആദിവാസി സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. സുരേഷ് ഭർത്താവിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് അറിയാൻ കഴിയുന്നത്. സുർജിത്ത് ഇപ്പോൾ വീണ്ടും ടെലിഫോൺ ലൈനിലുണ്ട്. സുർജിത്ത്, ഈ സുരേഷിന്റെ ആരോഗ്യനിലയെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? വേണു, ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് എത്തുന്നതേ ഉള്ളൂ. കാരണം മേൽപ്പാടിൽ നിന്ന് അവിടേക്ക് എത്തണമെങ്കിൽ അല്പം കൂടി സമയമെടുക്കും. കാരണം ഒരു വലിയ കുത്തനെയുള്ള മല കടന്ന് താഴേക്ക് ഇറങ്ങി വേണം അവിടേക്ക് എത്താൻ എന്നുള്ളതാണ്. വടുവഞ്ചൽ ഭാഗത്തു നിന്നാണ് ഇവിടേക്കുള്ള വഴി. മേൽപ്പാടിൽ നിന്ന് ടെലിഫോണിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തുടർന്നെത്താം. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. ഭർത്താവ് സുരേഷ് പരിക്കേറ്റ നിലയിലാണ്. അവിടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. സുരേഷിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ദാരുണമായ സംഭവമെന്നാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചത്.